ഇൻബോഡി എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ മോർണിംഗ് പോയാലേ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് അതിന്റെ ഒരു അല്ലേ. അപ്പോ നമ്മൾ അത് എടുക്കാനാണ് ഇന്ന് പോകുന്നത്. നമ്മുടെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. പാസ്സായോ? ചെറിയ ഗ്യാപ്പ് വന്നു ഗൈസ്. അതുകൊണ്ട് എന്റെ മസിൽ കുറഞ്ഞു പോയി. ഇറങ്ങി കൂടി കഴിഞ്ഞാൽ അടുത്തത് ഒരു ഗീ മസാല. ഗുഡ് മോർണിംഗ്. യെസ്, എന്താ ഇന്നെന്താ പരിപാടി? ഇന്നോ ഇപ്പൊ എണീറ്റ് വന്നേ ഉള്ളൂ. നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകും. വെള്ളം പോലും കുടിക്കാണ്ടിരിക്കുക. അതെ, ഇവിടെ സ്കാൻ എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അല്ലേ? അങ്ങനൊന്നല്ല, സ്കാൻ അല്ല, നമ്മുടെ ഒരു പ്രോഗ്രസ്, നമ്മുടെ ഒരു റിസൾട്ട് കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇന്ന് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്കത് ടെസ്റ്റ് ചെയ്ത് തന്നെ നോക്കാം. നമുക്ക് ആ സ്കാൻ വലുത് ഒരു സാധനമാണ്, ഇൻബോഡി എന്ന് പറയും അതിനെ. അപ്പൊ നമ്മൾ ഇൻബോഡി എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ മോർണിംഗ് പോയാലേ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് അതിന്റെ ഒരു അല്ലേ. അങ്ങനെയാണ്. അപ്പോ നമ്മൾ അത് എടുക്കാനാണ് ഇന്ന് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം ഗൈസ്. ഇതാണ് നമ്മളെ മോർണിംഗ് കാഴ്ചകൾ. സാറ്റർഡേ മോർണിംഗ് ഇതാ ചേട്ടൻ മീൻ വിൽക്കാൻ വേണ്ടി പോകുന്നു. കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. സൊമാറ്റോയിലും സ്വിഗ്ഗിയിലൊക്കെ രാവിലെ ഓർഡർ ചെയ്തിട്ടുണ്ട് ആൾക്കാർ എന്തൊക്കെയോ. ഇവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നു, പാൻ മസാല. നമ്മൾ ഇൻബോഡി എടുക്കാം. ജിമ്മിലാണ് ഗൈസ് പോകുന്നത്. ജിമ്മിൽ പോയിട്ട് ഇൻബോഡി എടുക്കാം. ഇൻബോഡിയുടെ മെഷീൻ തെറ്റാണോ ഗാദി? ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. 2 പ്രാവശ്യം എടുത്തിട്ട് ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ട് ഇവള് പറയുന്ന ഇൻബോഡിയുടെ മെഷീൻ തെറ്റാണ്. 2-3 പ്രാവശ്യം എടുത്തു, അതിൽ എനിക്കൊരു മാറ്റമില്ല. പക്ഷെ എന്റെ ബോഡിയിൽ എനിക്ക് മാറ്റമുണ്ട്. എനിവേസ്, നിങ്ങൾ എന്നെ മുന്നേ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഡു കമന്റ് ഡൗൺ ചേഞ്ച് ഉണ്ടോന്ന്. കല്യാണത്തിന്റെ സമയത്തുള്ളത് വെച്ച് എനിക്ക് ഒരു 4 kg കുറഞ്ഞിട്ടുണ്ട്. 4 കിലോ കുറഞ്ഞു. കല്യാണത്തിന്റെ സമയത്ത് നമ്മൾ കുറച്ച് കേറ്റായിരുന്നല്ലോ വെയിറ്റ്. ഡ്രസ്സൊക്കെ നമുക്ക് ഫിറ്റ് ആവാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് തടി വെച്ചായിരുന്നു. കുറച്ചെങ്കിലും നമ്മൾ കാണാനുണ്ടാവാൻ വേണ്ടി നമ്മളൊരു ഇതില് തടി വെപ്പിച്ചായിരുന്നു. ഇപ്പൊ ഇവക്ക് സ്ലിം ആണ് വേണ്ടത്. അത് പോത്തിനൊക്കെ കെട്ടി തൂക്കിയിട്ടേക്കുന്നത്. ഫ്രഷ് ബീഫ് ഒന്നും മീന് കണിക്ക് മീന് ഗൈസ്. മോർണിംഗ് എല്ലാരും മീൻ വാങ്ങാനൊക്കെ വന്നിട്ടുണ്ട്. മീന്, ബീഫ്, ചിക്കൻ. ഇന്ന് ഇവിടെ കിട്ടും നമുക്ക് അറിഞ്ഞൂടെ. പക്ഷെ അത് എപ്പോഴേലും ഒക്കെ കിട്ടുള്ളൂ, എപ്പം കിട്ടൂല. ഏതെങ്കിലും ദിവസമായിരിക്കും അവരെ കൊണ്ടുവരുന്നത്. ഫാറ്റ് ലോസ്, നമ്മള് ബോഡി ഫിറ്റ് ആവുന്ന മസിൽ ഗെയിൻ ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ട് പ്ലാനിലായിരുന്നു, ഡയറ്റിലായിരുന്നു ഇത്രയും ദിവസം അല്ലേ. അത് കുറച്ചും കൂടെ ഉണ്ട്. നമ്മള് എന്റെ ഒരു ഇത് അച്ചീവ് ആയിട്ടില്ല. എനിക്ക് പ്രോഗ്രസ് ഉണ്ട്. പക്ഷെ ഈ ഇൻബോഡി മെഷീൻ മാത്രമാണ് ഒരു പ്രോഗ്രസും കാണിക്കാത്തത്. എനിക്കത് നോക്കുമ്പോ ഭയങ്കര നെഗറ്റീവ് ഫീൽ ഇത് വീണ്ടും ഞാൻ പുറകോട്ട് പോയ പോലെ. ഫൈനലി ഞാൻ ഇവള് കൺവിൻസ് ചെയ്ത് ഒന്നുകൂടെ ഇൻബോഡി എടുത്ത് നോക്കാന്ന് പറഞ്ഞ മോർണിംഗ് എടുക്കാന്ന് പറഞ്ഞാണ് മോർണിംഗിൽ നിന്ന് നമ്മൾ പോകുന്നത്. പോയി എടുത്ത് നോക്കാം എന്താ അവസ്ഥ അറിയാം. ഇതിന് മാറ്റമൊന്നും ഇല്ലെങ്കിൽ നോക്കാനേ പോകുന്നില്ല. മിഷൻ അടിച്ചു പൊട്ടിക്കുന്നു. എനിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട്. എന്റെ ഹെയർ ഉണ്ട്, നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട. ഞാനൊരു കേളി കേൾ മെത്തേഡ് ട്രൈ ചെയ്തതാ, പക്ഷെ അത്ര വർക്കായില്ല. അടുത്ത ദിവസം ഒന്നുകൂടെ ട്രൈ ചെയ്യാം. അതാണ് കെട്ടിവെച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ഇതിലേ കൂടെ പോകുന്നല്ലേ. മോർണിംഗ് എണീറ്റാലേ ഇതിലേ കൂടെ ജിമ്മിൽ പോകേണ്ട ആവശ്യമുള്ളൂ. അല്ലേ, പക്ഷെ ഇതൊരു നല്ല സ്പേസ് ആണ്. സൈഡിലൊക്കെ ആൾക്കാർ ഇരിക്കും കേട്ടോ. വൈകിട്ട് മാത്രമേ ആൾക്കാർ വന്നിരിക്കാറുള്ളൂ. രാവിലെ ഒന്നും ആരും കാണാനില്ല. രാവിലെ നടക്കാനൊക്കെ വരായി ഇതിലേ കൂടെ. നല്ല വൈബായിരിക്കും അല്ലേ. എണീക്കണം മോനെ, എണീക്കണം. അതാണ് ഗൈസ് ഏറ്റവും വലിയ പ്രശ്നം. എണീക്കണം. നിന്റെ ഫോണായിരിക്കും. ഫോൺ എടുക്കട്ടെ. ജിമ്മിന്റെ മെമ്പർഷിപ്പ് എടുക്കണം. 1 ഇയറിലേക്ക്. എന്താ എങ്ങനെയാ? 1 ഇയറിൽ നമുക്ക് വരുന്നത് 18,000. 18ഓ? ഈ ജിമ്മിന് ഭയങ്കര കാശ് കൂടുതലാണ് ഗൈസ്. അതുകൊണ്ട് എല്ലാരും ഒരാൾ ഇൻബോഡി എടുക്കാൻ വേണ്ടി പോകുന്ന ഓൾറെഡി അതിനെ ആഡ് ചെയ്തിട്ടുണ്ട്. നിന്റെ പവർ കാണിക്ക്. ഇത്ര ദിവസത്തിന്റെ പ്രോഗ്രസ്. എന്താ കുറഞ്ഞ വെയിറ്റ് ഒക്കെ കൂടുതലാണല്ലോ കാണിക്കുന്നത്.
52 ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. 7.5. Your arms must not touch the sides of your body. Yeah, does not touch. Starting your in-body. പ്രിന്റിങ് ആയില്ല. എടുത്തോ. നമ്മളെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. പാസ്സായോ? ഒരു ചേഞ്ച്, ഒരു ചെറിയ ഫാറ്റ് കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഒരു ഫാറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഒരു 1 കിലോ ഫാറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതെ, 1 കിലോ ഫാറ്റ് കുറഞ്ഞില്ലേ ഇങ്ങോട്ട്? 1 കിലോയുടെ അടുത്ത് ഫാറ്റ് കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഒരു ചെറിയൊരു പ്രോഗ്രസ് ഉണ്ട്. അതെ, ഫൈനലി യെസ്. ഇനി നല്ല പണിയെടുക്കണം ലുത്തഫി പറയുന്നത്. അതെ, ഇനി പണിയെടുത്താലേ അത് ഉള്ളൂ. ഇനി ഒരു 5-6 മാസത്തിന്റെ കഷ്ടപ്പാടുണ്ട്. ഇനി അടുത്തൊരു 2 മാസം കഴിഞ്ഞ് വരുന്നതായിരിക്കും നല്ലത്. കൂടിയോ? ഫാറ്റ് ആയിരിക്കും, ഫാറ്റ്. Starting your in-body test. തുടങ്ങിയിരിക്കുന്നു ഗൈസ്. അതൊരു 13 മുകളിൽ കയറണം. പക്ഷെ ഇവനത്ര കേറുന്നില്ലല്ലോ. എന്റെ ഇപ്പൊ തന്നെ 20+ പോയിരുന്നു. നിനക്കെന്താ പറയാനുള്ളത്? കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളും എനിക്ക് ഫാറ്റ് ഒരു 100 ഗ്രാം കൂടുതൽ ചെയ്തത്. അത് ആർക്കാണോ കുറയേണ്ടത് അവർക്ക് കുറഞ്ഞിട്ടില്ല. കുറച്ച് ഇടയ്ക്കായിട്ട് നമ്മൾ കൂടുതൽ കഴിക്കും. പക്ഷെ ഞാൻ വെയിറ്റ് ട്രെയിനിങ് മസിൽ മാസ് കുറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് മനസ്സിലാവുന്നില്ല ആ സംഭവം. അപ്പൊ ചെറിയ ഗ്യാപ്പ് വന്നു കഴിച്ചു. അതുകൊണ്ട് എന്റെ മസിൽ മാസ് അങ്ങോട്ട് കുറഞ്ഞു പോയി. അതുകൊണ്ട് വേണ്ട ഷോ വേണ്ട, ഇറങ്ങി അത് വേണ്ട അതിനുള്ളതായിട്ടില്ല നിനക്ക്. ഓക്കെ. അയ്യോ എന്താ ഭയങ്കര ഷോ ഓഫ് ആണല്ലോ. 1 കിലോ ഫാറ്റ് കുറഞ്ഞതിന്റെ. ഗൈസ്, നമ്മൾ ഇൻബോഡി എടുത്ത് ഇനി നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാൻ. ഇൻബോഡി എടുത്ത പവറിൽ നമ്മൾ ആര്യാസ് പോയി നെയ് റോസ്റ്റ് കഴിക്കുന്നു. ഇപ്പോഴാണ് എടുത്ത് കഴിഞ്ഞുള്ളൂ. എനിവേസ് എന്തായാലും കഴിക്കേണ്ട സമയത്ത് നമ്മൾ കഴിക്കണം. അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ പോവാണ് ഗൈസ്. എന്താ കഴിക്കാൻ പോകുന്നത്? മര്യാദക്ക് ഉള്ള ഫാറ്റ് അടിച്ച് കയറ്റാൻ. ഗൈസ്, നമ്മളെ ഫുഡ് വന്നു ഗൈസ്. ഇന്ന് കുറച്ച് നേരത്തെ കിട്ടി ഫുഡ്. എന്താണെന്ന് അറിയില്ല. ആര്യാസിന് ഇവർ ആൾക്കാർ കൂടുതൽ എടുത്തോണ്ടാണോ അല്ലെ തിരക്ക് കുറവാണോ എന്ന് അറിയില്ല. ഇത് നിന്റെയാ? ഇത് ഗീ റോസ്റ്റും അത് പൊടി റോസ്റ്റും. ഞാൻ എന്റെ ഫേവറേറ്റ് പൊടിയാണ് വാങ്ങിയത്. അത് വണ്ടി എടുക്ക് പോവാം. അതെ. എന്താ ഞാനോ? എടുക്ക്, നേരെ എടുത്താ മതി. അല്ല, എടുക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആർക്കാ കുഴപ്പം? ഇവർക്ക് ആ മരം അക്കി വാങ്ങ. എന്താ പാടാന്ന് പറ്റൂല, ലിറിക്സ് അറിയില്ല എനിക്ക്. ഓക്കെ, നമ്മള് ഫുഡ് കഴിച്ചു ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു? പഴയ ടേസ്റ്റ് ഉണ്ടായിരുന്നു? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കൊറേ ദിവസമായിട്ട് അവിടെ ഭയങ്കര തിരക്കും. നമുക്ക് കിട്ടാൻ വേണ്ടി 1 മണിക്കൂറൊക്കെ ഇരുന്നാലാണ് കിട്ടിക്കൊണ്ടുവന്നത്. അപ്പോഴേക്കും നമുക്ക് കഴിക്കാനുള്ള മൂഡ് പോകും. പക്ഷെ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്ത് ഒരു 1 മിനിറ്റിനുള്ളിൽ സാധനം കിട്ടി. ഭയങ്കര കൂളായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള സാധനം. പക്ഷെ എനിക്കത് ഫുള്ള് കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് അത്ര വേണ്ട. പ്ലെയിൻ റോസ്റ്റ് എന്ന് പറയുമ്പോ അവരെന്തിനാ ഇത്ര വലിയ ദോശ ആക്കുന്നത്? അവർക്ക് നമ്മൾ സൈസ് ചോദിക്കണ്ടേ? ഇപ്പൊ പിzzയ്ക്കൊക്കെ സൈസ് ഇല്ലേ? സ്മോൾ, മീഡിയം, ലാർജ്. അതുപോലെ ആക്കാൻ പറ്റൂലേ? നമ്മളല്ലേ ചുറ്റുന്നേ. കുറച്ച് ബാക്കിയുള്ള അതൊരു കറക്റ്റ് ഓപ്ഷൻ ആണ്. എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു സജഷൻ ആണ്. എന്താന്ന് വെച്ചാ നമ്മള് വലിയ ദോശ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന, ബാക്കിയുള്ള ദോശമാവ് വെറുതെ പോകുന്നത്, ആ ദോശ വെറുതെ കളയും. അപ്പൊ ഫുഡ് വേസ്റ്റ് ആണ് അത്. അപ്പൊ അതിനേക്കാളും ബെറ്റർ അതൊരു നമുക്ക് വേണ്ട സാധനം കഴിക്കുന്നതായിരിക്കും നല്ലല്ലേ. നമ്മള് മീഡിയം ആണെങ്കിൽ മീഡിയം പറഞ്ഞാൽ ഓക്കെ, അത് ഫുള്ള് കഴിച്ചു വേണ്ട ക്വാണ്ടിറ്റി തരാൻ പറ്റണം. അതുപോലെ തന്നെ മീൽസിൽ കഴിഞ്ഞ ദിവസം എന്റെ ഒരു കൊളീഗ് സജസ്റ്റ് ചെയ്ത ഇവർക്ക് ഇത് ഹാഫ് മീൽസ് വെച്ചുകൂടെ.
എന്നുവെച്ചാൽ ഇത്രയും സൈഡ് വേണ്ട. അല്ല അങ്ങനത്തെ കോൺസെപ്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ മിനി മീൽസ് കോൺസെപ്റ്റ് ഒക്കെ മിനി മീൽസ് ഉണ്ട് ചില ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല. ഈ ദോശയിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഈ മീഡിയം സ്മോൾ ലാർജ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതുപോലത്തെ തമിഴ്നാട് സ്റ്റൈൽ അവർക്കെല്ലാം ദോശ വലുതാ. ഒഴിക്കുന്നവര് കണ്ടിട്ടുണ്ടോ നീ? ദോശ ഒഴിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എങ്ങനെ ദോശ ഒഴിക്കാന്ന് അറിയോ? നമ്മള് അതൊക്കെ എനിക്കറിയാം. വലിയ സാധനമായിരിക്കും, ഒരു ചിരട്ടായിരിക്കും. ചിരട്ടയല്ല, അത് ഒരു ഇങ്ങനത്തെ കപ്പ് പോലെ ഒരു സാധനമാണ്. ആ സാധനത്തിലെ ഒഴിക്കാം. ശരി, അവര് ചെറിയ ദോശയും കൂടെ ഉണ്ടാക്കണം. എന്തിനാ ഫുഡ് വേസ്റ്റ് ആക്കുന്നേ? വേറെ സംഭവം ഉണ്ട്, അതിന് കപ്പ് സൈസ് വാങ്ങണമെന്നില്ല, എടുക്കുന്ന മാവ് കുറച്ചാ മതി ആ കപ്പില്. അതെ, അതിനല്ലേ ഞാൻ പറഞ്ഞു. ഞാനൊരു മണ്ടനായി പോയില്ലോ. ഞാൻ ആലോചിച്ചു എന്തിനാ സൈസുള്ള കപ്പ് വാങ്ങുന്നത്, പിന്നെ എടുക്കുന്ന മാവ് കുറച്ചാ പോരെന്ന്. ഓ ശരിയല്ലേ. അപ്പുറ സൈഡില് ജയിലുണ്ട്. സാധാരണ ജയിലിൽ എന്തെങ്കിലും കുറ്റം ചെയ്തവരല്ലേ ഇടുന്നത്. ഇതുപോലത്തെ മണ്ടന്മാരെയും കൂടെ ജയിലിലിടുന്ന ഇത് വരണം. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാന്നറിയോ? ഇവിടെ മെട്രോന്റെ പണി നടക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മള് ഫ്ലാറ്റിൽ നിന്ന് നമ്മള് ജസ്റ്റ് ഒന്ന് നടന്ന് മെട്രോയിൽ വന്ന് മെട്രോ കേറി ഈ കൊച്ചി ഫുള്ള് കറങ്ങും. ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പണി നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാറില് കഷ്ടപ്പെട്ട് ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ പോകണ്ട. കാരണം നമുക്ക് മെട്രോ സ്റ്റേഷനിൽ വീട്ടിലേക്ക് നടക്കാനുള്ള ദൂരമല്ലോ. നമ്മള് കഷ്ടപ്പാട് എന്താ ഈ കാറിൽ കയറി സൈഡ് സീറ്റിൽ ഇരിക്കുന്നതാണോ നിന്റെ കഷ്ടപ്പാട്? നീ സുഖമായിട്ട് ഇരുന്ന് ഫോണും നോക്കി ഇവിടെ വായും നോക്കിയല്ലേ പോകുന്നത്. അല്ലാണ്ട് നീ ഇവിടെ ബ്ലോക്കിൽ കിടന്ന് കഷ്ടപ്പെടുന്നൊന്നുമില്ലല്ലോ വണ്ടി ഓടിക്കാൻ. മെട്രോയിലാണെങ്കിൽ മെട്രോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിന്ന് പോകേണ്ടി വരും. തിരക്കില് ഓടേണ്ടി വരും, സ്റ്റെപ്പ് കയറണം, ഓടണം, ടിക്കറ്റ് എടുക്കണം, അങ്ങനത്തെ കൊറേ പണി ഉണ്ട് കേട്ടോ മെട്രോ എന്നാ. പിന്നെ ശരി മെട്രോ വരട്ടെ, ഞാൻ കാണാം. അന്നത്തെ വ്ളോഗിൽ ഞാൻ ആഡ് ചെയ്യാം. ഇവിടെ മെട്രോയിൽ കയറി പോകുന്നുണ്ടോ എനിക്ക് ഓടാൻ പറ്റത്തില്ല. പിന്നെ എന്താ പറയുന്നില്ല, ഇനി കൊടയൊക്കെ പിടിച്ച് നടക്കാം, അതെനിക്ക് കുഴപ്പമില്ല. ശരി നടന്നോ. ഞാൻ കാണണം ഇത്. എനിക്ക് ഞാൻ അടുത്ത ഇവിടെ മെട്രോ കൊച്ചിയില് കാക്കനാട് മെട്രോ വന്നിട്ട് ഇവിടെ നടന്നു പോയി മെട്രോയിൽ കയറുന്നത് ഞാനൊന്ന് കാണണം. അത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ബ്ലോഗിൽ ആഡ് ചെയ്യും. ഫുഡ് കഴിച്ച് നേരെ ഒരു സ്ഥലത്തേക്ക് പോവാണ് ഇന്ന്. എന്താ എവിടെയാ പോകുന്നത്? നമ്മൾ പോകുന്നത് വന്നിട്ട് ഹോസ്പിറ്റൽ. യെസ് ഗൈസ്, നമ്മൾ ഒരു ചെറിയൊരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്കൊരു പ്രശ്നമില്ല. നമ്മള് നോർമൽ ഒരു ചെക്കപ്പിന് വേണ്ടി ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പോയി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഗൈസ്, നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു. നമുക്ക് പാർക്കിംഗ് ഇവിടെ ഭയങ്കര സീന്. എപ്പോ വന്നാലും ഇതേ സീൻ. ഇവിടെ ഈ ഹോസ്പിറ്റലിലും പ്രത്യേകിച്ച് പാർക്കിംഗ് ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ കാശ് കൊടുത്തിട്ടാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. കാശ് കൊടുത്ത് പാർക്ക് ചെയ്യാൻ നോക്കുമ്പോഴും ഇവിടെ പാർക്കിംഗ് ഫുള്ളാണ്. എപ്പോ വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇവിടെ വേറെ എന്തെങ്കിലും പാർക്കിംഗ് ഉണ്ടോ എന്ന് അറിയില്ല. ഇവര് തന്നെ പറയും അങ്ങോട്ട് പോയി ഇടാൻ, ഇങ്ങോട്ട് പോയി ഇടാൻ, പക്ഷെ ഒരു സ്ഥലത്തും പാർക്കിംഗ് ഉണ്ടാവില്ല. ഫൈനലി കുറച്ചു നേരത്തെ വെയിറ്റിംഗിന് ശേഷം നമുക്ക് പാർക്കിംഗ് കിട്ടി ഗൈസ് ഫൈനലി. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ എന്താ അവസ്ഥ എന്ന് ഒരു പിടുത്തമില്ല. ഇത് ഇഷ്ടംപോലെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പെയ്ഡ് പാർക്കിംഗ് ആണ്. പെയ്ഡ് പാർക്കിങ്ങിൽ പോലും നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഇവിടെ. അത് ഇവർക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ അത്യാവശ്യത്തിന് വരുന്നവർ എവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യുന്ന അറിയാത്തത്. ഗൈസ്, നമ്മൾ EMCയിലാണ് വന്നേക്കുന്നത്, എറണാകുളം മെഡിക്കൽ സെന്റർ. അവിടെയാണ് ഈ ഒരു അവസ്ഥ. ഇത് നോർമലി ഇവർക്ക് എന്താ ഇതിന്റെ പാർക്കിങ്ങിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയില്ല. ഇത് കറക്റ്റ് ഒരു മെയിൻ സ്പോട്ടിലാണ്, അതുകൊണ്ടായിരിക്കും മേ ബി ഇവർക്ക് പാർക്കിംഗ് ഇല്ലാത്ത. ഗൈസ്, നമ്മൾ ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഇറങ്ങി ഒരു കരിക്ക് കുടിക്കുന്നു. ഇലക്ട്രോലൈറ്റ് കയറ്റും അല്ലേ? എങ്ങനെയുണ്ട്? നല്ല ഒന്നുകൂടെ പറയട്ടെ ഞാൻ ചേച്ചി, ഒന്നുകൂടെ. ഇവിടെ ഇത്രയും തിരക്കിന്റെ നടുക്ക് നമ്മൾ കരിക്കും കുടിച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അടുത്ത സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എന്തോ നോക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നേക്കുന്നത്. എന്താ നമുക്ക് നോക്കാം.
എന്റെ സൈസിനുള്ളതില്ല ഇഷ്ടപ്പെട്ടത്. ഓ അല്ലെങ്കിൽ എന്റെ കളറിനില്ല. ഇഷ്ടപ്പെട്ട കളറില്ല. ഓക്കെ ഗൈസ്, നമുക്കൊന്നും കിട്ടിയില്ല. അപ്പം നമ്മൾ ഫ്ലോപ്പായിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നത്. അയ്യോ പാവം. ഗൈസ്, നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി പോവാ. എവിടെയാന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? നമ്മള് അവിടെ തന്നെ. എവിടെയാന്ന് വെച്ചാൽ നമ്മള് കാക്കനാട് തന്നെയാണ് കഴിക്കാൻ വന്നിരിക്കുന്നത്. നമ്മള് വൈറ്റ്ല സൈഡൊക്കെ വിട്ട് കാക്കനാട് വന്നിട്ടുണ്ട്. കറങ്ങി തിരിച്ച് നമ്മള് കാക്കനാട് എത്തി ഗൈസ്. രാവിലെ തൊട്ട് ഒരേ കറക്കാണ്. നമ്മള് ഇവിടുന്ന് പോയി പിന്നെ തിരിച്ച് ഇവിടെ തന്നെ വന്നു. ആര്യാസിന്ന് പോയി ഇപ്പൊ തിരിച്ച് നമ്മള് ആര്യാസിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഉച്ചയാകുമ്പോ നമ്മൾ ഇൻഫോ പാർക്കിന്റെ എക്സ്പ്രസ് തന്നെ എത്തി. ആര്യാസിന്റെ അവിടെ തന്നെ. പമ്പരം കണക്കിന് അതേപോലത്തെ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോ. ഇനി മന്തിയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആവും. നമ്മള് ഫുള്ളി ഇന്നത്തെ പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്യും നമ്മള് മാക്സിമം. സോ അത് കഴിഞ്ഞിട്ട് നമ്മള് രാവിലെ ദോശയാണ് കഴിച്ചത്. ഒന്നും ചെയ്യത്തില്ല. ഒരു മാക്സിമം അച്ചീവ് ചെയ്യും. രാത്രി പിന്നെ ഒരു പ്രോട്ടീൻ ഇന്നത്തെ ഫസ്റ്റ് പ്രോട്ടീൻ കേറും. രാവിലെ എന്താ കേറിയിട്ടുണ്ടാവുക? ദോശയിൽ ഒരു 3-4 ഗ്രാം പ്രോട്ടീൻ കേറിയിട്ടുണ്ടാവും. 6 ഗ്രാം രാവിലെ ഒന്നും കേറിയിട്ടുണ്ടാവില്ല. എന്നാലും ഉച്ചക്ക് കഴിക്കുമ്പോ ഒരു ബൾക്ക് കണ്ടന്റ് കേറും മന്തിന്ന്. സാലഡ് വന്നു. ഇതാണ് മെയിൻ സാലഡ്. അതെ, ഇതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? ഇത് കുറെ ഉണ്ടല്ലേ. മാംഗോ ഒക്കെ ഇട്ടിട്ടുണ്ടാവും. മാംഗോ, ക്യാരറ്റ്, പൈനാപ്പിള്. നമ്മളെ ഫുഡ് വന്നു. അപ്പൊ നമ്മള് ഉച്ചക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഞാനും. അപ്പൊ നമ്മൾ ഉറങ്ങിപ്പോയി. പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കാണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മള് തിരിച്ച് അടുത്ത പരിപാടിക്ക് ഇടങ്ങിയിട്ടുണ്ട് ഗായ്സ്. നമ്മൾ അടുത്ത പ്ലാൻ, ഇന്നത്തെ ലാസ്റ്റ് പ്ലാൻ അല്ലേ? ഇല്ല, ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഇവള് ഇത് കഴിഞ്ഞ് ഫ്രീ ആ ഗായ്സ്. അപ്പൊ ഇത് കഴിഞ്ഞ് ഞാൻ ഇനിയും ഓടണം. ഇന്നത്തെ ദിവസം ഫുള്ള് എന്താ റഷ്. രാവിലെ മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാ. അത് കഴിഞ്ഞ് ഇടയ്ക്കൊരു എനിക്കൊന്നും ഒരു 3/4 മണിക്കൂർ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവും ഉച്ചയ്ക്ക്. ഇപ്പൊ പോയിട്ട് അത് ഉറങ്ങിപ്പോയി അറിയാണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് ഇന്നത്തെ നമ്മളെ ലൈഫ് പോകുന്നത്. ഇനി നമ്മൾ നേരെ പോയി ചായ കുടിക്കാൻ പോയി. അത് കഴിഞ്ഞ് നേരെ ഡെക്കാത്ലോണിൽ പോകും. ഐറ്റം മേടിക്കാനുണ്ട്. അതെന്താന്ന് അവിടെ പോയിട്ട് കാണിക്കാം. ആർക്കാ എന്താന്നൊക്കെ പറയാം. അതൊരു വെറൈറ്റി സാധനമായിരിക്കും. ജേഴ്സി അല്ല. വന്നിരിക്കുന്നത് സൈക്കിൾ സെക്ഷനിൽ നമുക്ക് സാധനം നോക്കാനുണ്ട്. ഇതാണ് ഗൈസ്, അത് ഇതുപോലത്തെ ഒരു 3 വീലർ സൈക്കിളാണ് നമ്മൾ വാങ്ങാൻ വന്നത്. ആർക്കാ അത്? കിഡ്. ആർക്കാ വാങ്ങാൻ പോകുന്നത്? ചേച്ചിയുടെ മോനെ, ചേച്ചിയുടെ കൊച്ചിന്, നമ്മുടെ പാത്തുക്കുട്ടൻ. അവൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ ഇത് വാങ്ങാൻ വേണ്ടി വന്നത്. നോക്കട്ടെ ഇതിൻ്റെ ഈ ഫീച്ചേഴ്സും ഇത് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കട്ടെ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ സാധനം ഞാൻ കാണുന്നത്. ഞാനൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ട് പോയില്ല. പിള്ളേർ കളിക്കുന്നു കണ്ടിട്ടുണ്ട്. അതെ, എടുക്കല്ലേ ഗൈസ്? ഇതാണ് നമ്മൾ ഫൈനലി ഫിക്സ് ചെയ്തത്. ഇവിടെ നോക്കിയിട്ട് ഇത് വെയിറ്റ് ഉണ്ടോ? ഇതും ഇതിന്റെ കൂടെ ഇത് ഫിക്സിങ് കൂടെ എല്ലാം കൂടെ ബ്ലൂ കളർ എടുക്കാം അല്ലേ? ഇത്രത്തോളം ഇതാണ് ഗൈസ് സീൻ. എല്ലാം 9999 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എടുത്തു വരുമ്പോൾ 99 ഒന്നും അല്ല, നല്ല റേറ്റ് വരും. അതുകൊണ്ട് 199 ഏറ്റവും വലിയ ഫേക്ക് എന്ന് വെച്ചാൽ 999 ബിലോയേ ഉള്ളൂ. പക്ഷെ 1 രൂപയ്ക്കാണ് കുറവ്. അതാണ് ഇവരുടെ ബിസിനസ് ട്രിക്ക്. അപ്പൊ ഇത് നോക്കിയിട്ട് ഇവിടുന്ന് സാധനം എടുക്കാം. നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് മാത്രം നമുക്ക് വാങ്ങാം. അതെ, ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞില്ലേ? അയ്യോ, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി എന്താ? ഇനി നമുക്ക് കുറച്ച് ഗ്രോസറി സാധനങ്ങൾ മേടിക്കാനുണ്ട്. എന്നിട്ട് നേരെ ഫ്ലാറ്റിൽ പോകുന്നു. ഫ്ലാറ്റ് ആവുന്നു. ഇന്നത്തെ ദിവസം കുറേ റഷ് ആയിരുന്നു. കുറേ കറങ്ങി ഗൈസ്. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. So see you guys on our next video. Bye bye.